അറബിക്കടൽ തീരത്തോട് ചേർന്ന് കോഴിക്കോട് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കുറ്റിച്ചിറ. കോഴിക്കോടിൻ്റെ ഗതകാല സമ്പന്ന സാംസ്കാരിക സ്വാധീനങ്ങളെ വിളിച്ചോതുന്ന ഒരു പ്രദേശമാണിത്. ഈ പ്രദേശത്തെ പ്രാചീന കെട്ടിടങ്ങളും പള്ളികളും മധ്യകാലത്ത് ഇവിടെ വസിച്ചിരുന്ന ഒരു സമുദായത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും അവശേഷിപ്പുകളാണ്. അറബികളും പോർച്ചുഗീസുകാരും ഇതര വിദേശ സഞ്ചാരികളും കപ്പലിറങ്ങിയ കടൽ തീരം ലക്ഷദ്വീപ് നിവാസികളെയും ദാവൂദി ബോറന്മാരെയും ബഡ്കൽ ദഖനി പ്രമുഖരെയും കച്ച് മേമന്മാരെയും തമിഴ് റാവുത്തർമാരെയും ഗുജറാത്തികളെയും ആകർഷിച്ച സവിശേഷമായ ഒരു പ്രദേശം. കേരള ചരിത്രത്തിൽ സുപ്രധാനമായൊരു സ്ഥാനമാണ് കുറ്റിച്ചിറക്കുള്ളത്. മലബാറിൻ്റെ വാണിജ്യമണ്ഡലത്തെയും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മഹനീയ ശേഷിപ്പുകളെയും സാമൂതിരിയുടെ സ്നേഹസൗഹൃദത്തെയും തെക്കേപ്പുറത്തിൻ്റെ മാപ്പിളക്കൂട്ടം എക്കാലവും ഹൃദയത്തോട് ചേർത്ത് വച്ചു. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗമായ കുറ്റിച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന മിഷ്കാൽ ജുമുഅത്ത് പള്ളി കോഴിക്കോടുള്ള അതിപ്രാചീന പള്ളികളിലൊന്നാണ്. കടൽ തീരത്തിനടുത്ത് കടപ്പുറത്ത് നിന്ന് കേവലം 1/2 കിലോമീറ്റർ മാത്രം അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. 750 വർഷം പഴക്കമുള്ള ഈ പള്ളി പ്രമുഖ അറബി വ്യാപാരിയായിരുന്ന മിഷ്കാൽ നഹൂദയായിരുന്നു പണിതത്. ഇബ്നു ബത്തൂത്തയുടെ സന്ദർശന വേളയിൽ മിഷ്കാൽ നഹൂദ കോഴിക്കോട് താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് പിന്നീട് പള്ളി അറിയപ്പെട്ടത്. മസ്ജിദുൽ മിഷ്കാൽ അഥവാ മിഷ്കാൽ പള്ളി. നഹൂദ എന്ന പദം കപ്പിത്താനെ കുറിക്കുന്ന പദമാണ്. ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളീൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡ് കാണിച്ചിരുന്നു 1000 വർഷം പഴക്കമുള്ള കുറ്റിച്ചിറ ജുമാ മസ്ജിദ്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മിഷ്കാൽ പള്ളീനെ കുറിച്ചാണ്. മിഷ്കാൽ പള്ളീൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചുതരാം. 13-ാം നൂറ്റാണ്ടിൽ നഖൂദ മിഷ്കാൽ എന്ന് പറയുന്ന ശരിക്കും ഒരു അറബ് വംശജനാണ് ശരിക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയത് അന്നത്തെ കാലത്ത്. പിന്നെ ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റൈൽ, ആർക്കിടെക്ചർ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് സാധാരണ പോലെ മിനാരങ്ങളില്ലാത്തൊരു പള്ളിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ 4 ഫ്ലോർ തന്നെ ഉണ്ട്. 80% മരങ്ങളിൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ കാണുന്നതാണ് മിഷ്കാൽ പള്ളിയുടെ മുൻഭാഗം. നമ്മൾ ഈ കാണുന്ന മിഷ്കാൽ പള്ളി ഒരു ചരിത്ര സംഭവമാണ്. ഈ കെട്ടിടം അത്യത്ഭുതവും സമഗ്രവുമായ ഒരു ദാരുശില്പമാണ്. സവിശേഷമായ നിർമ്മാണ ശൈലിയാണ് പള്ളിയെ ശാശ്വതമായി നിലനിർത്തുന്നത്. വളരെ ഉയരത്തിൽ നിന്ന് ചെങ്കുത്തായ ചെരിവോട് കൂടിയ ഈ മേൽക്കൂരയെ താങ്ങാൻ വിസ്താരമുള്ള മരപ്പലകകളുണ്ട്. തദ്ദേശീയമായി ലഭിച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് നടത്തിയിരിക്കുന്നത്. ലോഹനിർമ്മിതമായ ഈ 3 താഴികക്കുടങ്ങളാണ് ഇടിമിന്നലിൽ നിന്നും ഈ പള്ളിയെ സംരക്ഷിക്കുന്നത്. രണ്ട് കവാടങ്ങളുടെ മധ്യത്തിൽ അർത്ഥവൃത്താകൃതിയിലുള്ള ചെറിയ കമാനങ്ങൾ പള്ളിയുടെ പുറമേ നിന്നുള്ള ശില്പഭംഗിക്ക് മാറ്റുകൂട്ടുന്നു. ഈ ഇടനാഴിക കടന്ന് മറ്റൊരു വാതിലിലൂടെയാണ് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. പള്ളിയുടെ താഴെ നില പുറം പള്ളിയെന്നും അകം പള്ളിയെന്നും 2ആയി വിഭജിച്ചിട്ടുണ്ട്. 2 ഭാഗത്തും മേൽത്തട്ടുമായി ബന്ധിപ്പിച്ച് തേക്ക് കൊണ്ട് നിർമ്മിച്ച തൂണുകൾ അടുത്തടുത്തായി വിന്യസിച്ചിട്ടുണ്ട്.
തൂണിൻ്റെ സ്തംഭങ്ങൾ ചതുരാകൃതിയിലും അഷ്ടകോണാകൃതിയിലും മാറി മാറി താഴെ നിന്ന് മുകളിൽ വരെ മനോഹരമായി കൊത്തുപണികൾ ചെയ്തു വച്ചിട്ടുണ്ട്. മരത്തിൻ്റെ മേൽത്തട്ട് 3 മീറ്റർ ഉയരത്തിലാണുള്ളത്. ഇനി പള്ളിയിലെ പ്രസംഗപീഠം കാണാം. ഇതിന് മിമ്പർ എന്നും പറയപ്പെടുന്നുണ്ട്. മരത്തിൽ വളരെ സങ്കീർണമായ കൊത്തുപണികളോടെയാണ് ഈ മിമ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് 1-ാം നിലയിലെ നിർമ്മാണ രീതി ഒന്ന് കാണാം. നമ്മളീ കാണുന്ന തേങ്ങ 200 വർഷം പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നു. ഈ 1-ാം നിലയുടെ ഉയരം 4.5 മീറ്ററാണ്. ഒന്നിനു മീതെ മറ്റൊരു തൂൺ ഘടിപ്പിച്ചതുകൊണ്ടാണ് ഇത്രയും ഉയരം സാധ്യമായത്. ഒരു തൂണിനെ മറ്റൊരു തൂണുമായി മേലെയുള്ള ഉത്തരങ്ങൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ കൂട്ടിപ്പിടുത്തം പോലുള്ള നിർമ്മാണ രീതി ഈ കെട്ടിടത്തെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ആടി ഉലയാതെ രക്ഷിക്കുന്നു. 2009 ഈ പള്ളിയുടെ പുനരുദ്ധാരണം നടത്തിയിരുന്നു. ആ സമയത്ത് താഴെ നിലയും മുകളിലെ നിലയിലുമുള്ള ചില തൂണുകൾ മാറ്റിവെക്കപ്പെട്ടിരുന്നു. ഈ പള്ളിയുടെ സുരക്ഷിതത്വം കൂടുതൽ ഉറപ്പാക്കാൻ വേണ്ടി മുകളിലുള്ള തൂണുകൾ തമ്മിൽ ഇരുമ്പ് കമ്പി കൊണ്ട് ബന്ധിപ്പിച്ചിരുന്നു. ഇനി 2-ാം നിലയുടെ നിർമ്മാണ രീതി ഒന്ന് കാണാം. അന്നത്തെ കാലത്ത് പള്ളിയിലെ ഖാസിമാർക്ക് കോടതികളിലും മറ്റും പോകുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പല്ലക്കാണിത്.
ഇനി ഏറ്റവും മുകൾ ഭാഗത്തുള്ള നിലയിലെ നിർമ്മാണ രീതി ഒന്ന് കാണാം. രണ്ടായിരത്തി 2009 പള്ളി പുനരുദ്ധാരണത്തിലാണ് തൂണുകളെല്ലാം ബന്ധിപ്പിക്കുന്ന പുതിയ കമ്പികൾ സ്ഥാപിച്ചത്. മേൽക്കൂരയുടെ കിഴക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള കഴുക്കോലുകളുടെ ഈ സജ്ജീകരണം ശരിക്കും ഒരു അതിശയകരമാണ്. ഇത് തനി കേരളീയ ശില്പശൈലിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഭീമാകൃതിയുള്ള മരം കൊണ്ട് നിർമ്മിച്ച 2 കുടങ്ങൾ വിദഗ്ധമായാണ് കഴുക്കോലുകൾക്കിടയിൽ ഇത് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഈ കഴുക്കോലുകൾ ഭിത്തിയുടെ പലകമേലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മേൽക്കൂരയുടെ 2 അറ്റങ്ങളിലും ഭീമാകൃതിയുള്ള മരം കൊണ്ട് നിർമ്മിച്ച 2 കുടങ്ങൾ കാണാം. ഏറ്റവും മുകളിലത്തെ തറയുടെ വിസ്തീർണം ഏകദേശം 5 മീറ്റർ വീതിയും 7.5 മീറ്റർ നീളവുമാണ്. എല്ലാ നിലകളിലും തറകൾ മരപ്പലക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്തെ നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം പരിശോധിച്ചാൽ തദ്ദേശീയ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിദ്യ തന്നെയാണ് പള്ളിയുടെ നിർമ്മാണത്തിലും അന്നത്തെ ആശാരിമാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ പരമ്പരാഗത ശില്പശൈലിയിൽ ആരാധനാലയങ്ങൾക്ക് ഒന്നിലധികം നിലകൾ ഉണ്ടാകാറില്ല എന്നതും മിഷ്കാൽ പള്ളിയുടെ നിർമ്മാണ രീതിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ഈ മിഷ്കാൽ പള്ളിയുടെ അടിത്തറയും താഴെ നിലയും ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലെ 3 നിലകളും മരങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 83 സെൻറ്റിലുള്ള ഭൂമിയുടെ മധ്യത്തിലാണ് ഈ 4 നില ബിൽഡിംഗ് കെട്ടിയത്. 18 മീറ്ററാണ് ആകെയുള്ള ഉയരം. മിഷ്കാൽ പള്ളീൻ്റെ ഖത്തീബും കോഴിക്കോട് ചെറിയ ഖാസിയുമായ സഫീർ സഖാഫ് ഉണ്ട്. അവരുടെ അടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് സംസാരിക്കാം. എനിക്ക് കുറച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് വിവരങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു തരണം. മിഷ്കാൽ പള്ളീനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇത് ജസ്റ്റ് 700 വർഷമായെന്ന് ഞാൻ 750 വർഷമായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഞങ്ങൾ പൊതുജനങ്ങൾ അറിയാത്ത കുറച്ച് ചരിത്രങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ജസ്റ്റ് ഒരു 2 വരി വിവരണം തന്നാണ്. ജനങ്ങൾ അറിയാത്തതെന്ന് പറഞ്ഞാൽ പള്ളിയെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പൊതുവെ എല്ലാ ആളുകൾക്കും അറിയാം.
കാരണം ചരിത്രപ്രസിദ്ധമായൊരു പള്ളി ആയതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഈ പള്ളിയുടെ ചരിത്രങ്ങൾ അറിയാം. ഈ പള്ളി ധാരാളം ആളുകൾ കാണാൻ വരുന്നുണ്ട്. അത് കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇവിടെ ധാരാളം പഠന സാധ്യതകൾ കൂടിയുണ്ട്. നിലവിലെ ആളുകൾ ഇവിടെ പള്ളിയെ പഠിക്കാൻ വരുന്നത് ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പഠിക്കാനാണ്. നിർമ്മാണ ശൈലി, നിർമ്മാണ രീതിയെക്കുറിച്ച് അത് സംബന്ധമായ വിഷയങ്ങൾ പഠിക്കാനും അത് ഭരിക്കാനും ആയിട്ടുള്ള എൻജിനീയേഴ്സാണ് കൂടുതലും ഇവിടെ വരുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള ഇവിടുത്തെ സാധ്യതകൾ, ഇവിടെ അറബിയിലുള്ള ഒരുപാട് മഖ്തൂത്താത്തുകളായ മാൻസ്ക്രിപ്റ്റുകളായിട്ടുള്ള ഒരുപാട് അമൂല്യമായ ഗ്രന്ഥങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരിപ്പുണ്ട്. അതിൻ്റെ ഒരു ലൈബ്രറി തന്നെ, ഒരു ഖുതുബഖാന തന്നെ ഇവിടെ നിലവിൽ ഉണ്ട്. അത് ധാരാളം വിദ്യാർത്ഥികൾ, PhD ചെയ്യുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വരികയും അത് അവർക്ക് പഠനാർഹമായ രീതിയിൽ ഉപയോഗിക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങൾ നമ്മളിവിടെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത കൂടി ഇവിടെയുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങൾ, ഇന്നും വിരചിതമാകാത്ത ഒരുപാട് അറബിയിലുള്ള കിതാബുകൾ ഇവിടെ സൂക്ഷിച്ചിരിപ്പുണ്ട്. ആ കിതാബുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കാനും അത് സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാനൊക്കെ സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് ഫുൾ ഖുർആനാണ്. ഈ കാണുന്നത് ഈ കാണുന്നതാണ് കയ്യെഴുത്ത് ഖുർആൻ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് കിടക്കാണ്. ഇതെല്ലാം ഫുള്ള് കയ്യെഴുത്തിലാണ്. അതെ, ഇതുവരെ ഇതായി കാണുന്നത് വരെ ഖുർആനിക് കയ്യെഴുത്താണ് കാണുന്നത്. അതിശയിക്കുന്ന, ശരിക്കും അതിശയപ്പെടുത്തുന്ന ഒരു ശരിക്കും ലിപിയാണ് നമ്മളിവിടെ കാണുന്നത്. ഫുള്ള് ഇത് മുഴുവനും കയ്യെഴുത്താണ്. അറബിക് കാലിഗ്രാഫി അന്നത്തെ കാലത്ത് ശരിക്കും പ്രിന്റിങ്ങിനോട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഷാർപ്പ്നെസ്സിലാണ് അന്ന് എഴുതിയത്. അവരെത്ര വിദഗ്ധന്മാരായിരുന്നു കാലിഗ്രാഫിയിൽ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഫുള്ള് ഈ കാണുന്ന 30 എനിക്ക് ഇത്രയും ഹാൻഡ് റിട്ടൺ എവിടെയും കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യും. പിന്നെ ഈ കാണുന്നതെല്ലാം ഒരുപാട് പഴയ ഖുർആനുണ്ട്, എല്ലാം കിതാബുകൾ, ഒരുപാട് പഴയ കാലങ്ങളിലെ കിതാബുകളാണ് കാണുന്നത്. എല്ലാ സ്ഥലമല്ലേ? അപ്പോൾ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളീനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണിക്കാൻ. ഇവിടുത്തെ തറവാട് വീട് 1.5 ഏക്കർ 2 ഏക്കറിലൊക്കെ സ്ഥിതി ചെയ്യുന്ന തറവാട് വീടുകളുണ്ട്. അങ്ങനെ ഇവിടുത്തെ വലിയൊരു മുസ്ലിം സംസ്കാരം ഒരു വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പൈതൃക നാടാണിത്. എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ.